ഒസിയമ്മ ഫാമിലി ഗ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഒരു വെറൈറ്റി വീഡിയോയാണ് എടുക്കണേ. മലബാറിന് വന്നേക്കുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 3 പേരുടെയും ബാഗ് ഉണ്ട് കേട്ടോ, ഹാൻഡ് ബാഗ് ഉണ്ട്. ബാഗ് കൂടെ കൊണ്ട് വെച്ചേക്കണമെന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് ഇവരുടെ ബാഗിനകത്ത് ഒരു യാത്രയ്ക്ക് പോകുമ്പം എന്തെല്ലാം സാധനം ഉണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയാണേ. അപ്പോൾ ഇവരെന്നൊക്കെ എടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ അവരോട് പറയാത്തതുകൊണ്ട് ഇവർക്ക് ഏതൊക്കെയാലും അതിനകത്തുനിന്ന് ഒന്നും മാറ്റാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്നൊക്കെ ഉണ്ടെന്ന് കൃത്യം നമുക്കറിയാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് 2 പേർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. 2 പേരും വന്നേ, അങ്ങ് വന്നേ, പേടിക്കണ്ട, അങ്ങ് പോരെ. ഓക്കെ ഓക്കെ, ആ കഥ ഒന്ന് ചാരിക്കേ. ഇതേ നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരിടത്തേക്ക് പോകുന്നതാണ്. നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് മാറി ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പം നമ്മുടെ ബാഗ്, എല്ലാവരും 3 പേരും ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് നോക്കാൻ വേണ്ടി ഏറ്റവും നല്ല അവസരം ഇതാണ്. എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കരുതണം, അല്ലെ ഓരോരുത്തർ എന്തൊക്കെയാണ് കരുതുന്നത്, ഓരോരുത്തരുടെ നമ്മൾ ബാഗ് കണ്ടാലേ നമുക്ക് അറിയത്തുള്ളൂ. എന്ന് നോക്കാതെ നീ തൊടാൻ പാടില്ല, നീ തൊട്ടരുത്, ഒന്നും മാറ്റാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതേ 3 പേരുടെയും ബാഗ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തരുടെ ബാഗ് നോക്കാം കേട്ടോ. ആദ്യം ആരുടെയാണ് നോക്കണ്ടേ? ഓക്കെ ഓക്കെ, ആദ്യം ഷിജിയുടെ നോക്കാം കേട്ടോ. ഞാൻ ആദ്യം ഷിജിയുടെ കേട്ടോ നോക്കുന്നേ. ഷിജിനെ നോക്കാം. ഷിജിനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഷിജിയുടെ ബാഗും എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാ ഷിജി തുടങ്ങിയാലോ? അപ്പോൾ മൊബൈല്, എൻ്റെ മൊബൈല് ഇത് എന്നാണല്ലോ അത്യാവശ്യം ഒരു ബാഗിനകത്തേക്ക് അത്യാവശ്യമുള്ള സാധനമാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഞങ്ങൾ ഇന്നലെ കണ്ണൂർ ഇറങ്ങിയപ്പം കണ്ണൂരിൽ നിന്ന് 2 പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് പുള്ളിക്കാരത്തി തന്നെ വീട്ടിലുണ്ടാക്കിയ ഷീന എന്നോട്ടോ പേര്, ചെമ്പരത്തിയുടെ ജ്യൂസുമായിട്ടോ കേട്ടോ വന്നേ. ഇവിടുത്തെ പൂ കൊണ്ടുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആ ജ്യൂസുമായിട്ടാണ് വന്നത്. നിറച്ചും ജ്യൂസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ മടുത്തിങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഷീനയ്ക്ക് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ടേ. ഓ കൊടയുണ്ടോ? അത് ചാർജറാണേ. അതെന്താണല്ലോ അത്യാവശ്യം. ഇത് ഞങ്ങൾ അവിടുത്തെ ഇവിടെ വരെ വന്നിട്ട് നീ ഇത് പൊട്ടിച്ചില്ലല്ലോ ഇതുവരെ? അത് പോകുമ്പോൾ പൊട്ടിക്കാം. കാണാൻ കൊണ്ടുവന്നാണോ അത്? അല്ല, അത് ഇപ്പം പൊട്ടിച്ചാൽ ശരിയാവില്ല. ഇത് ഒരു കുഞ്ഞ് കുറച്ച് പൈസയൊക്കെ ഇട്ട പേഴ്സ്. ഇതൊരു കൂടെ എന്തെങ്കിലും ആവശ്യം നമുക്ക് വന്നാൽ. ഓക്കെ. ഇത് മഞ്ചും ബൗണ്ടി എന്നിട്ട് മുട്ടായി കേട്ടോ. മാസ്ക് അടുത്ത ആരെങ്കിലും ഇരിക്കുമ്പോൾ ജലദോഷം ഉണ്ടെങ്കിൽ എനിക്ക് വെക്കാൻ, അവർക്ക് വെക്കാനല്ലല്ലോ. ഇതൊരു ക്ലിപ്പ്, മുഖത്തിടുന്ന മേക്കപ്പ് ഐറ്റമാണ്. ഇതെന്തോ ക്രീമാണ്. ഇത് ലിപ്സ്റ്റിക്കാണ്. ഇത് കണ്ണാടി, കൂളിംഗ് ഗ്ലാസ് ആണ്. ഇതൊരു കാർഡെല്ലാം കൂടെയുള്ള ഇത് പേഴ്സ്. ഇത് ഐലൈനറും ബ്യൂട്ടീഷ്യൻ ആണല്ലോ. അതുകൊണ്ട് ഇത് വായു ഗുളിക, ഗ്യാസ് കിട്ടുമല്ലോ. പണ്ട് ഞങ്ങളുടെ വെല്ലുവിളിച്ച് എതിരെ നടക്കുമ്പോഴും കൊണ്ടു നടക്കുന്ന വായു ഗുളിക കേട്ടോ. വായു ഗുളിക ഇപ്പോൾ ഉണ്ടോ? ഉണ്ട്. ഏക്കാലും കണ്ടതല്ലേ ഒരുടെ അടുത്ത് ഞാൻ വായിലിട്ടോ കേട്ടോ. അത് കൊള്ളാം. കുറേ കാലമായി വായു ഗുളികയൊക്കെ തിന്നിട്ട്. ഇതൊരു ബ്രഷും പേനയാണേ. ഇതിപ്പോൾ ഒരു ബുക്ക്, നമുക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ. ഇത് ചുമ വല്ലതും ആർക്കെങ്കിലും വന്നാലോ എന്നോർത്ത് ഒരു കൊച്ചു കപ്പ് സിറപ്പ്. ഇത് വേദന വല്ലതും വന്നാലോ എന്നോർത്ത് ഒരു ബാമ്. ഇത് തലവേദന വന്നാലോ എന്നോർത്ത് ടൈഗർ ബാം. 2 ദിവസത്തേക്ക് തലവേദന വരാൻ. ഇതൊരു വെറ്റ് ടിഷ്യൂ. ഇത് ചീപ്പ്. പിന്നെ ഇത് നമ്മുടെ സ്ട്രിപ്സിൽസ് ഗ്യാസിനെ. പിന്നെ ആരുടെയും കൈ മുറിഞ്ഞാലോ എന്നോർത്ത് ഞാനൊരു ഇത് നീ ഉണ്ടായപ്പോഴാണ് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ ബുഷാണേ. ബുഷും ട്രംപും ഒക്കെ പോട്ടെ, അതൊക്കെ സാരമില്ല. ഇതൊക്കെ ക്ലിപ്പും ഇതൊക്കെ അത് പോട്ടെ. ഇത് മെഡിസിൻ ആട്ടോ കൂടുതലും. ഇതൊക്കെ മെഡിസിനിൽ പെടുവോടി? കണ്ണാടിയൊക്കെ മെഡിസിനിൽ പെടുവോ? പിന്നെ ഇതിനാ ചാപ്സ്റ്റിക്ക്, സേഫ്റ്റി പിന്നുണ്ട്. നാമ്പട്ടി ഉണ്ടേ. നാമ്പട്ടിയല്ല, ഇത് പല്ലിൽ നമുക്ക് ഇത് പല്ല് കിട്ടിയാന്ന് എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് നാമ്പട്ടിയുണ്ട്. ബഡ്സ് ഉണ്ട്. ഒന്നല്ല കേട്ടോ, 2 ബഡ്സ് ഉണ്ട്. ഇത് നെയിൽ കട്ടർ അല്ലേ? അതെ അതെ. ഇത് നമ്മൾ ഒമിപ്രസോൺ, നമ്മുടെ ഗ്യാസിന്റെ ഗുളിക. ഇത് നമ്മുടെ ബബിൾ ഗം. ഇത് നമ്മുടെ കണ്ണിലൊഴിക്കുന്ന മരുന്നാണ്. ലിപ്സ്റ്റിക് കാണുമ്പോൾ എന്നെ കൊല്ലല്ലോ കേട്ടോ. ഇത് ഇതിന്റെ ഒരു വൻ ശേഖരം. ഒരു മിഠായിയാണ് ഇത്. നമ്മുടെ അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും ഷുഗർ തന്നാലോ എന്നോർത്ത് ഒക്കെല്ല കേട്ടോ അടുത്തേലും. ഇത് ചൂയിങ്കാണ്. ഇത് ഐലൈനർ. ഇത് നെയിൽ ഫയല്, ഐപോഡ്. ഇത് നമുക്ക് പനിയോ ജലദോഷം വന്നാലോ എന്നോർത്തോണ്ട് അഡ്വീൽ. ഇത് ക്ലിപ്പ്, ഒരു കൊന്ത. സ്പ്രേ ഒക്കെ തീരെ ഒത്തിരി ഇല്ല. അപ്പോൾ യാത്രയ്ക്ക് നമുക്കിത് മതിയല്ലോ, 2 ദിവസമല്ലേ ഉള്ളൂ എന്നോർത്ത്. അതെ അതെ അതെ, ഒന്നുമില്ല കേട്ടോ. ചില്ലറ പൈസ ഏതാണ്ട് ചില മൂലയ്ക്ക് കിടപ്പുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ, തീർന്നു കേട്ടോ. അപ്പം ഇതാണ് ഷിജിയുടെ ബാഗിലുള്ളത്. എൻ്റെ നോക്കാം. ഇനി എൻ്റെ നോക്കാം കേട്ടോ.
അങ്ങനെ ഷിജിയുടെ ബാഗ് തപ്പിക്കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റേതാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ എൻ്റെ ബാഗ് നോക്കാം കേട്ടോ. ഞാനൊരു കാര്യം പറയാമല്ലോ, ഈ ഷിജി എൻ്റെ കൂടെ ഉള്ളപ്പം ഞാൻ എൻ്റെ ചെറിയ ഹാൻഡ് ബാഗ് ഒന്നും എടുക്കാറില്ല. എനിക്ക് വേണ്ടതായ എല്ലാ സാധനവും ഇവരുടെ കയ്യിൽ കാണും. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇച്ചിരി ഓസി കഴിയുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൊണ്ടുവന്ന ഹാൻഡ് ക്യാരി തന്നെയാണ് കേട്ടോ എൻ്റെ ബാഗ്. ഞാൻ പ്രത്യേകിച്ച് ബാഗൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ബാഗ് നോക്കിക്കാം. അമ്മേ, അത് ചാർജർ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ട സാധനമല്ലേ. ഇതൊന്ന് മൈക്കിൻ്റെ ഇതും ഒന്ന് എൻ്റെ ഫോണിൻ്റെ ആട്ടോ. വാവ്, ഇതുണ്ടല്ലോ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ തിന്നാൻ വാങ്ങിച്ചതാണേ. അതുകൊണ്ടോ കുറച്ച് ഞാൻ പൊട്ടിച്ചതാട്ടോ. കുറച്ച് ഞങ്ങൾ ട്രെയിനിലിരുന്നൊക്കെ കഴിച്ചതാണേ. അതിൻ്റെ ബാക്കി വെച്ചേക്ക് തിരിച്ചു പോകുമ്പോൾ തിന്നാൻ വെച്ചേക്കുന്നത്. ഇത് മുഖത്ത് തേക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരേയുടെ ഒരു ക്രീമാണ്. തീരുന്നതനുസരിച്ച് ഞാൻ ഓർഡർ ഇടും. എൻ്റെ ഹൗസ് അതനുസരിച്ച് എനിക്ക് എത്തിച്ച് തന്നുകൊണ്ടിരിക്കും കേട്ടോ. കടഞ്ഞിടട്ടെ. ഇത് പവർ ബാങ്ക് കേട്ടോ. ഇത് ഒരു മൈക്കാണേ. അപ്പോൾ നമ്മുടെ ഒരു മൈക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അഥവാ എന്തെങ്കിലും സംഭവിച്ചാലോ എന്തെങ്കിലും കിടക്കെ ആയാലോ എന്നോർത്ത് ഞങ്ങൾ ഇത് ഒരു മൈക്ക് കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ സൂത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, എന്നതാണ് കാണാവുന്നതാണേ കാണിക്കാവുള്ളേ പ്ലീസ്. അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ലേ? അതിനകത്ത് എന്നാ നോക്കി. ഇത് സോക്സിനകത്ത് ഞാൻ അങ്ങനെ കേട്ടോ കണ്ണാടിയൊക്കെ സൂക്ഷിക്കുന്നത് പോറാതിരിക്കാൻ വേണ്ടി. എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഞാൻ ഈ സോക്സിനകത്തൊന്നും ഇട്ടുന്നേ ഉള്ളൂ. അതിനെ പിരിച്ചിരിക്കണം കേട്ടോ. അത് തെറ്റാണോ? തെറ്റല്ല. എല്ലാത്തിനും കൂടെ കിടന്ന് ഉരഞ്ഞു പോറുന്നേ. ഇത് ഡ്രസ്സാ. ഇത് ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് എൻ്റെ നിങ്ങൾക്കറിയാലോ എൻ്റെ ഹാൻഡ് ക്യാരിയാണ്, ഹാൻഡ് ബാഗല്ല. അപ്പം അതിനകത്തുള്ള ഡ്രസ്സ്. വാവ്, ഇത്ര കിറ്റ്കാറ്റ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം ചോദിച്ചാൽ കിറ്റ്കാറ്റ് വേണോന്ന് ചോദിച്ചാൽ തന്നാ പോരായിരുന്നോ? കുറച്ച് കിറ്റ്കാറ്റാട്ടോ ഞങ്ങൾക്ക്. അതൊക്കെ വിശക്കുമ്പോൾ ചുമ്മാ കഴിക്കാമല്ലോ എന്ന് ഓർത്താ കേട്ടോ. അത് എൻ്റെ മേക്കപ്പ് സെറ്റ്. എനിക്ക് ആകെയുള്ള സാധനം കേട്ടോ. ഇതെന്നെ കറുത്ത ലിപ്സ്റ്റിക്കോ? ഇത് കറുത്ത ലിപ്സ്റ്റിക് അല്ല. ഇത് കറുത്ത എവിടെയെങ്കിലും നര പൊങ്ങി വന്ന് കഴിയുമ്പോൾ തോക്കും. അങ്ങനെ അവിടെ തോക്കും. നിങ്ങൾക്കൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാൻ സുന്ദരിയായിട്ടൊക്കെ ഇരിക്കണ്ടേ? അല്ല, നാണക്കേടല്ലേ? ഇപ്പോൾ 2-3 ദിവസമൊക്കെ എല്ലായിടത്തിലൊക്കെ പോയി കഴിയുമ്പോൾ എങ്ങനെ ചെയ്തിട്ട് പോയാലും ഇച്ചിരിയൊക്കെ നരയ്ക്കുന്നേ. അത് സ്വാഭാവികമല്ലേ. ഇതൊരു കണ്ണാടി കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതൊരു ചാപ്സ്റ്റിക്. ഇതെനിക്ക് നിർബന്ധം കേട്ടോ. സത്യത്തിൽ വേണ്ട കേട്ടോ. ഇവരാണ് എൻ്റെ കണ്ണാടി. ഇവരിങ്ങനെ എന്നെ ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പോട്ടെ, നമ്മൾ കാര്യത്തിൽ നിന്ന് പോയി കേട്ടോ. ഞാൻ പറയാം. ഇതിൻ്റെ ഒരു തുള്ളി ഇങ്ങനെ ഇതിനകത്തോട്ട് ഇതിന് നടുക്ക് ചെറിയ ഹോളുണ്ട്. അതിനകത്തിട്ടിട്ട് ഇങ്ങനെയൊക്കെ തൂത്താൽ മതി. തൂക്കാനൊന്നും നേരമില്ല. തൂക്കാനിട്ട് സമയമില്ലാത്തതുകൊണ്ട് തൂക്കാറുമില്ല കേട്ടോ. അതുപോലെ അത്യാവശ്യം വലിയ ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാലാണ് അത് ചേച്ചി ഇടയ്ക്കൊക്കെ തൂക്കാൻ ശ്രമിക്കാറുണ്ട്. മുടിയൊക്കെ ഇടുന്ന വള്ളിയാട്ടോ. ഇത് ഇവിടേതാ കേട്ടോ. ഇന്നലെ ഞാൻ നേരത്തേക്ക് ഇടാൻ കടം മേടിച്ചാ ശരിക്കും ഇങ്ങനത്തെ ഒത്തിരി ഇഷ്ടം കേട്ടോ. അവള് കൂടുതൽ റിങ്ങാ ഇടാറേ. അപ്പോൾ ഇവളിവിടെ വലിയ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഇടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നും. മേടിച്ച് ഞാൻ ഇച്ചിരി നേരം ഇടും. ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു ചമ്മൽ മാതിരി, നാണക്കേട് മാതിരിയൊക്കെ തോന്നും. എന്നിട്ട് ഞാനത് ഊരി വെക്കും കേട്ടോ. അതിനെ കയറുന്നിടം വരെ ഞാനിതൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ പയ്യെ എനിക്ക് ചമ്മലൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ഊരി ബാഗിലിട്ട് കേട്ടോ. ഇത് ബോഡി ക്രീമാട്ടോ. അങ്ങനെ തേക്കാൻ വേണ്ടിയുള്ളത്. നിങ്ങൾക്കൊക്കെ ഞാൻ തേക്കാൻ തന്നില്ലേ ഇത് കേട്ടോ. ഇവർക്കൊക്കെ കൂടി കേട്ടോ ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നേ. എന്നിട്ട് അവൾമാർ പറയണം കേട്ടോ. ഇത് സ്പ്രേ ആട്ടോ. ഒരു സ്പ്രേ. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ എങ്ങനെയാണെന്നറിയാമോ, അത്യാവശ്യം നല്ലതും ഫുള്ളായിട്ടിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അടിക്കില്ല കേട്ടോ. ഏറ്റവും തീരെ വെയിറ്റും കുറയ്ക്കാമല്ലോ നമുക്ക്. തീരാറായിട്ടിരിക്കുന്ന സ്പ്രേ എടുക്കും. സെൽഫി സ്റ്റിക്ക് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ ചേച്ചി. 5-6 കൂട്. ഇതെന്നെ ഒരൊറ്റ കൂടാതെ 5-6 കൂടല്ല. അല്ല, ഇതെന്നറിയോ, നമ്മൾ ഇട്ടിട്ട് ഊരുന്ന മുഷിഞ്ഞ തുണിയില്ലേ, മുഷിഞ്ഞ തുണി അങ്ങനെ മറ്റേ തുണികളെ വേറെ സാധനങ്ങളോട് കൂടി അങ്ങനെ ഇടാൻ പറ്റുമോ? അപ്പോൾ അത് എല്ലാം കൂടെ മടക്കി ഇതിനകത്ത് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയുള്ള തുണിയാണ് ഇത്. ഷിജു പറഞ്ഞ പോലെ ആരെങ്കിലും ഛർദ്ദിച്ചാൽ നമുക്ക് കൂട് വേണ്ടേ? ഛർദ്ദിക്കാനൊക്കെ മുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും മേടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു കൂട് കയ്യിലിരിക്കണം, നല്ലതല്ലേ? പിന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തൂക്കണ്ടാവുമല്ലോ. അത് ചുമ്മാ നമ്മുടെ മുഖമൊക്കെ തൂക്കുന്നൊരു ഹാൻഡ് കർച്ചീഫുമാരി കുഞ്ഞിട്ടിറക്കി. ഇതൊക്കെ ചുമ്മാ ടിഷ്യൂ കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് തുടയ്ക്കാനും. പല്ല് തേക്കുന്ന ഏതായാലും ഉദാഹരണമുണ്ട്. ഇവർ പല്ല് തേച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ ബാഗിൽ ഇതില്ലായിരുന്നല്ലോ, പേസ്റ്റും ബ്രഷും കേട്ടോ. എൻ്റെ മുത്തപ്പ പിന്നു കുത്തി ഒരു കുഞ്ഞ് സോക്സ് ഞാൻ അയച്ചിക്ക് കുറേ സോക്സ് വാങ്ങി തരുന്നുണ്ട്. ഇതെൻ്റെ മുറക്കൊട്ടൻ്റെ സോക്സാ. ഇതെന്നാന്നറിയാമോ, ഇവിടുമാരൊക്കെ ഒത്തിരി ഫാഷനും കമ്മലും അതൊക്കെ ഇടുമ്പം എനിക്കും കൊതിയാവും കമ്മലൊക്കെ ഇടാൻ വേണ്ടി. ഇങ്ങനെ കൊണ്ടൊക്കെ നടക്കും. ഇടിയിലൊക്കെ കണക്കാട്ടോ. ഇതൊരു ജോഡി. ഇത് ചുയിങ്ക കേട്ടോ. കാറിനകത്തും വെച്ചേക്കും ഈ സാധനം, എപ്പോഴും വെച്ചേക്കും. എൻ്റെ ബാഗിനകത്ത് ഇങ്ങനെ ഒരു സാധനം വെച്ചേക്കും കേട്ടോ. ഇതൊരു ആധാർ കാർഡ്. അത് നിർബന്ധമാണ്. നമ്മൾ ഏത് വഴിക്ക് പോയാലും നമുക്ക് എല്ലാവരും നമ്മളെ തിരിച്ചറിയണ്ടേ. ഇമ്മിണി ചില്ലറയുണ്ട്. ഒരു 500 രൂപ ഉണ്ട് ചേച്ചി. തിരിച്ചു പോകാനുണ്ട്. അതോടാ, ഞാൻ പൈസ ഇല്ലേടി? ഉണ്ട്, ചില്ലറയുണ്ട്.
എന്നാലും കിഴുങ്ങണ പൈസയൊന്നും ഇല്ല അല്ലേ? ഇല്ല. അതല്ല വീടിന്റെ ആധാരം. ആധാർ ചേട്ടൻ തന്നില്ല. ഉണ്ടോ? ഇതില്ലെങ്കിൽ നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റുമോ? ഞങ്ങളുടെ ടിക്കറ്റ് ആട്ടോ ഇത്. ടിക്കറ്റ് ഇല്ലാതെ വരാൻ പറ്റുമോ? ടിക്കറ്റ് ഇതൊരു ചീപ്പ്. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കേട്ടോ. ഇടയ്ക്ക് ഞാൻ സൈഡിലാണ് വെച്ചിരുന്നത്. ചാടി പോയപ്പോൾ ഇവിടെ എടുത്തത് അതിന് അകത്തോട്ടിട്ടു. എന്നിട്ട് ഞാൻ വെള്ളം കണ്ടില്ല, വെള്ളം പോയി എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. എന്താ ഇതില്ലാതെ നമുക്കൊരു ജീവിതം ഇല്ലല്ലോ. ഇത് ഒരു കൊന്തയാട്ടോ. ലെൻസ് ക്ലിയർ. നമ്മുടെ കണ്ണാടി മൊബൈലൊക്കെ ഇടയ്ക്ക് നമുക്കൊന്ന് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇതാവൂലേ, പൊടിയൊക്കെ വരുമ്പോൾ തുടയ്ക്കാൻ വേണ്ടി. ഇതുണ്ടായ കാലത്തെങ്ങാണ്ട് മേടിച്ച ഒരു ബാഗ് ആരോ കൊടുത്ത. ഇതെന്നതാണെന്നറിയാവോ? ബാഗ് ഒന്നും അല്ലാന്നേ. ഇതെന്നതാണെന്നറിയാവോ? ഒന്നുമില്ല, ഇതൊന്നും ഉള്ളതല്ല. ഇത് ഞാൻ ഫോൺ ഇട്ട് വെക്കുന്നതാന്നേ. ഫോൺ ഇത് എല്ലാത്തിനകത്തോട്ട് ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഫോണിൻ്റെ ഗ്ലാസ്സൊക്കെ പോറിപ്പോവും. പോറാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോൺ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഞാൻ അതിനകത്ത് ഇടാറു കേട്ടോ. അങ്ങനെ ഫോൺ ഇട്ട് വെക്കുന്ന അല്ലാതെ ഒന്നുമില്ല. അവസാനം ഒരു പെന്നൂടെ ഉള്ളൂ. തീർന്നു. പേന ഇല്ലാതെ നമ്മളൊരു വഴിക്കൊക്കെ പോകുമ്പോൾ പേന എടുത്തിട്ടുണ്ട്. 2 കുഞ്ഞു കമ്മൽ റിംഗ് ഉണ്ട്. അത് എന്നേലും ഒരു കമ്മലും എല്ലാം ചാടിപ്പോയി. എനിക്കല്ല, നിങ്ങളുടേതും ചാടിപ്പോയാൽ നിങ്ങൾക്ക് അതൊക്കെ തരാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്ന കേട്ടോ. ചുമ്മാ ഒരു കുഞ്ഞു കമ്മൽ. ഇല്ല, ഇനി കള്ളിയില്ലല്ലോ വേറെ? ഇല്ല. ഇത്രയും സാധനം എൻ്റെ ബാഗിലുണ്ടായിരുന്നത്. അതിന് നമ്മൾ ചെയ്യെ പിടിക്കട്ടോ കേട്ടോ. അതൊരു സംഭവമായിരിക്കും കേട്ടോ. നിങ്ങൾ ഞെട്ടും, നോക്കിക്കോ. ഞങ്ങളുടെ പപ്പയുടെ വല്യമ്മയുണ്ട് കേട്ടോ, ഏഴച്ചേരിയമ്മ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ സ്വഭാവവും വല്യമ്മച്ചിയുടെ പ്രകൃതവും വല്യമ്മച്ചി എന്നെ കൊണ്ടു നടങ്ങി നടക്കുന്ന വഴി കുറേ സാധനങ്ങൾ കൊണ്ടൊക്കെ നടക്കുള്ളൂ. അതൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളെ ഞാൻ കാണിക്കാതെ. ഇതൊന്നും നിങ്ങളൊന്നും കാര്യമാക്കി എടുക്കണ്ട. അടുത്ത് നോക്കി നിങ്ങൾ. ഞാൻ ഓൾറെഡി തുറന്നോ കേട്ടോ വെച്ചേക്കണേ. തുറന്നോ? അവിടെ നിർത്തി ആദ്യം ഇത് തൊട്ടെടുക്കുക. ഫോണ് കുഴപ്പമില്ല, സ്വാഭാവികം. എല്ലാവർക്കും ഉള്ളതാണല്ലോ. അതെ. എല്ലാവർക്കും ഫോണില്ലാതെ പറ്റില്ലല്ലോ. പറ്റില്ല. ഗ്ലാസ് ഇതിൻ്റെ കവർ ചെയ്യാൻ അപ്പുറം കണ്ട് എടുത്ത് വെച്ചേ. സൂപ്പർ ക്ലാസ് ആണല്ലോ. അവ ഗ്ലാസ് വെക്കാൻ ഇടയില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ വെച്ചാൽ പറയാൻ ഇടയില്ല. അല്ല, ഞാൻ ഇന്നലെ ഫോട്ടോ എടുക്കാൻ നേരത്തെ എടുത്തതാണേ. നീ എടുത്ത് വേണമെങ്കിൽ. ഇതൊരു ഗ്ലാസ്സാണേ. ഏത് നേരവും ഇവളിങ്ങനെയാട്ടോ. പുറത്തുനിന്ന് ഒരു ഗ്ലാസ്സിൽ ഒരു ചായയോ അങ്ങനത്തെ ഒന്നും കുടിക്കുകയല്ലേ. ഈ സ്റ്റീൽ ഗ്ലാസ് എന്നും അവിടെ കൂടി ഞങ്ങളെ കുടിപ്പിക്കുക. ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളെ കുടിപ്പിക്കുക കേട്ടോ. ഡിസ്പോസിബിൾ കിട്ടിയ ഞാൻ കുടിക്കും. ചീപ്പുണ്ട്. ഇതിനടി സ്വർണ്ണമാലയൊക്കെ ഉണ്ടോ? ഇല്ല, സ്വർണ്ണമാല അത് പേളാണേ. ഇത് ബാൻഡേഡ് ആരുടെയും കൈമുറിയോ പൂർവ്വമോ ഒക്കെ ചെയ്താൽ അത് ഞാനിങ്ങനെ വെച്ചേക്കണം. അത് 2 എണ്ണം. ഇതിനകത്ത് ആഡ്വീൽ എടുത്തിട്ടേക്കുന്ന കേട്ടോ. കാരണം വലിയ ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. തലവേദന വരുവാണെങ്കിൽ. അതെ, അതുകൊണ്ടാണ് ഇതിലിട്ടേക്കണേ. ഇതിൽ കമ്മല ഞാൻ സാധാരണ പേളിടുമ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗോൾഡാണ് ഇട്ടേക്കണേ. അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ പേളല്ലേ ഇടുന്നേ. അപ്പോൾ വല്ല പോയാലോ എന്ന് ഓർത്ത് ഇതൊരു മാല ചുമ്മാ പേളിൻ്റെ ഇട്ടേക്കണതാണ്. മാറി വല്ലതും ഇടാനായിട്ട്. അതുപോട്ടെ. അത് ടിഷ്യൂ. ഇതന്നെ അത് സിബ്ലോക്കിന്റെ 2-3 കൂട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. ഛർദ്ദിക്കാൻ പോലും ഇത് എന്തായാലും നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇട്ട് വെക്കാനായിട്ട്. വായുകുളി ഇട്ട് വെക്കാൻ. വായുകുളി അല്ല, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ട് 2-3 എടുത്താ. നിങ്ങൾക്കും കൂടെ എടുത്താണിത്. അതുകൊണ്ടല്ലേ ഞാൻ വായു എടുക്കാത്ത. എനിക്കറിയാം നമുക്കുള്ള എല്ലാം എടുത്തോളൂ എന്നറിയാം. എനിക്ക് വലുത്തും എടുത്തും ആളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരാളാട്ടോ ഞാൻ. കുറച്ച് കാര്യത്തിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തുറന്നൊന്നും കാണിക്കില്ല ടിഷ്യൂ ഒക്കെ. അതിനടി കൂടോത്രോ? അത് ക്ലിപ്പില്ലേ, മുടി നമുക്ക് ആവി എടുക്കുമ്പോൾ മുടി ഇങ്ങനെ ഇട്ടേക്കുന്നെങ്കിൽ നമുക്ക് ആവി എടുക്കുമ്പോൾ ഞാനെടുത്തത് ഏടാ കൂടോത്രോ അങ്ങനെ വെക്കാനായിട്ടുള്ള ക്ലിപ്പ്. ഒന്നല്ല കേട്ടോ, 2. അത് ഐജിക്ക്, ഇത് ഷിജിക്ക്. ക്ലിപ്പൊക്കെ 2-3 കാണും. അത് ഐബ്രോയുടെയാ? അല്ല, മസ്കാരയാ? മസ്കാര. ഓക്കെ. പിന്നെ ക്യൂടെക്സ് കേട്ടോ. മസ്കാരയോ? മസ്കാര ഞാൻ ഇടാറൊന്നുമില്ല. പറ ഇപ്പൊ ഒരു സൂത്രം കിട്ടണം. എന്തിനടി മസ്കാര? അപ്പൊ പിരികം എൻ്റെ ഈ സൈഡിലൊന്നും ഇല്ലല്ലോ. അപ്പൊ ചിലപ്പോ ഇടയ്ക്കൊന്ന്. അതിനല്ല എനിക്ക് നീ ഇങ്ങനെ ഡൈ ചെയ്തെടുത്തോട് ഇങ്ങനെ അവിടെ വരയ്ക്കാൻ വേറെ ഉണ്ട്, വേറെ സാധനമുണ്ട്. നോക്കട്ടെ കേട്ടോ, ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതൊരു ക്യൂടെക്സ് കേട്ടോ. ക്യൂടെക്സ് അത് ഇട്ടേക്കുന്നത് പോയി കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ മേളിലൊന്ന് ടച്ച് ചെയ്യാൻ. ഇത് അതൊരു പേനയുണ്ട്. പേനയുണ്ട്. ഞാനും മേടിക്കും പേപ്പർ മാത്രം. പേന മാത്രമേ ഉള്ളൂ, പേപ്പറൊന്നും എനിക്കില്ല. ഇത് ടൗല് ഞാനങ്ങനെ എപ്പോഴും തന്നെ കയ്യിലൊരു ടൗല് കാണും. നമ്മുടെ മമ്മിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ. അതെ, നിങ്ങൾക്കും ഉണ്ടായിരുന്നു. നീ അത് മാറ്റിയതാ ആണോ? ഇതറിയാലോ, ഐപോഡ്. ചാർജർ. പേന ഒന്നൊന്നും അല്ല, കുറച്ചൊക്കെ കാണും കേട്ടോ. പേനയുടെ ഒരു ശേഖരം തന്നെ. വിക്സ്.
അതൊക്കെ എപ്പോഴും പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഈ കുറച്ച് ചില്ല അതെ അതെ ഇത് യൂദാസ്ലിഗയുടെ ഇത് ആ കള്ളി തീർന്നു കേട്ടോ, ആ കള്ളിയിലെല്ലാം കഴിഞ്ഞേ. ഇങ്ങനെ പോകുന്നത് കാരണം കേട്ടോ ഇത്ര സാധനം വരുന്നത്. ഇത് നമുക്കൊക്കെ കഴിക്കാനായിട്ട്. അത് കൊന്ത സ്പ്രേയും ഉണ്ട്, പെർഫ്യൂമാണ്. ഇതുണ്ട് എനിക്കും എൻ്റെ 3 പേരുടെയും കൈ കൊന്തയുണ്ടല്ലേ. റബ്ബർ ബാൻഡ്. അതെ ഇത് ചെറിയ ടർക്കി ആട്ടോ, ശരി. ടർക്കി ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ബുദ്ധി ഉണ്ടോ, ഇത് ലൂസാക്കി ഇതിനകത്തിട്ട് ആ ബാഗിനകത്തോടെ അറ്റം തുളഞ്ഞ് കയറിയ അപ്പറേ. അത് ശരിയാണല്ലോ. നീ ഇവിടെ ആരുടെയും വയറ്റിൽ നിർത്തണം. അറ്റമൊക്കെ കൊണ്ട് നമ്മുടെ ഈ ബാഗൊക്കെ ഡാമേജ് ആവും കേട്ടോ. അതിന് ഇവിടെ ബുദ്ധിപൂർവ്വം ഈ സാധനത്തിനകത്ത് വെച്ചേക്കുവേ. മസ്കാര അല്ലല്ല, ഇത് ഐലൈനർ. ഇത് ഗ്ലാസ് തുടങ്ങി, ടിഷ്യൂ ഗ്ലാസ് തുടങ്ങുന്ന സാധനമാണ്. ടിഷ്യൂ ഒക്കെ കുറേ കാണുവേ. 2 കളിയായാലും ടിഷ്യൂ അത്രേ ഉള്ളൂ. ഇനി വരുമ്പോൾ കാണാം. വള രണ്ടടം. അത് ഓരോ ഡ്രസ്സിന്റെ മാച്ച് ചെയ്യുന്ന വള ഫാക്ടറി തന്നെ ഉണ്ടല്ലോ. ശരിക്കും കമ്മലില്ലേ? അത് ടിഷ്യൂന്റെ വേറെ ടിഷ്യൂ പോട്ടെ. ഇത് മസ്കാരയാണ്, ഐലൈനർ. അതൊക്കെ കാണും. ഇത് എൻ്റെ മേക്കപ്പിന്റെ ഇതാണ് ആകെ ചെയ്യുന്ന സാധനം. നീ കുറെ റബ്ബർ ബാൻഡ് ഉണ്ടേ. അത് പേപ്പർ. ഇത് നമ്മുടെ ആധാറിന്റെ കോപ്പി. ഓക്കെ. അത് വേണേ ഇങ്ങോട്ട് ഇട്ടോ, നീ തിരിച്ചിട്ടോ കോപ്പി. എൻ്റെ ലിപ്സ്റ്റിക്ക്. അത് തേക്കുന്ന ബ്രഷ്. അതിന്റെ ബ്രഷ്. ക്ലിപ്പുകൾ ഒരു നല്ലോടിയല്ല. ഇതാ ഞാൻ പറഞ്ഞ മുടി നരച്ചതായി നീ പറഞ്ഞ പോലെ ഇടയ്ക്ക് പൊങ്ങി വരുവാണെങ്കിൽ ഇടയ്ക്ക് എവിടുന്നേലും നമ്മളെ നാണം കെടുത്താൻ പൊങ്ങി വരും എത്ര ചെയ്താലും. അപ്പോൾ പയ്യെ ഇത് വല്ലോടത്ത് യാത്ര പോവുകയാണെങ്കിൽ ഇതിലൊന്ന് തൊട്ടിട്ട് ഒരൊറ്റ തൂക്കല്. ഇത് കണ്ടോ, ഇവളൊരു തയ്യൽക്കാരത്തിയാണേ. അതെ, ഒരു തയ്ക്കുന്നതായത് കാരണം ഒരു ടേപ്പ് എപ്പോഴും ഞാൻ ബാഗിലിടും. കാരണം എവിടെയെങ്കിലും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് പീസൊക്കെ കിട്ടിയാലും നമുക്കത് തികയോ എന്ന് നോക്കണമെങ്കിൽ അളന്ന് നോക്കി വെച്ചെടുക്കാം. അതെ, അത് കുറച്ച് പൈസയാണ്. അത് ഞാൻ തന്നെ തിരിച്ചിടാവേ. ഫോട്ടോ. നീ എന്തിനാ ഫോട്ടോയും കൊണ്ട് നടക്കണേ? എന്നെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. ഞാൻ ചേട്ടനോട് പറഞ്ഞു കൊടുക്കൂടി, ഇവിടെ ഫോട്ടോയും കൊണ്ട് നടക്കണേ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഒരു വഴിക്ക് അതെപ്പോഴും ആ കള്ളിയിൽ വെറുതെ ഇട്ടേക്കുന്ന നാട്ടൂടി. നെയിൽ കട്ടർ കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഈ നെയിൽ കട്ടർ ഭയങ്കര ആവശ്യമാണ്. കാരണം നമ്മൾ 2-3 ദിവസത്തേക്കൊക്കെ പോയിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും നഖത്തിന് മൂല പൊട്ടും, പൊങ്ങിക്ക്. അന്നേരം എന്തൊരു ഇറിറ്റേഷൻ ആണെന്നറിയോ. എന്നിട്ട് നമ്മുടെ മേത്ത് കൊള്ളുക, മുടി പിടിക്കുക, ഡ്രസ്സെ പിടിക്കുക, അങ്ങനെ ഇത് കൊണ്ടുവന്നുണ്ടല്ലോ ഒരിടവും പൊങ്ങിയല്ല. ഇത് കൊണ്ടുപോയി ഇല്ലല്ലോ എവിടെയും ഒരു ശകലം പൊങ്ങി വന്നു വെച്ചാൽ പിന്നെ അത് വെട്ടാൻ പാതിനല്ല നമ്മൾ കടിച്ചു പറിക്കണം. ഭയങ്കര പാടാട്ടോ. ഇതൊരു അത്യാവശ്യമുള്ള സാധനം. നോക്കട്ടെ, മാറ്. നീ എന്തിനാ കേടുന്നത്? മാല. നീ എന്തിനടി മാല? അല്ല, അത് വേറെ കളർ ഇട്ട് ബ്ലാക്ക് ഡ്രസ്സ് ഇടുവാണെങ്കിൽ 3 മാല ഇപ്പം കണ്ടു കേട്ടോ. ഒരു ദിവസം ഒരെണ്ണം. നമ്മൾ 3 ദിവസത്തേക്കല്ലേ പോകുന്നത്. പല്ലിക്കുത്തി, ഇത് പൈസ. ഓക്കെ. അത് ഷിഗിരയിലും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇനിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊക്കെ കാണും കേട്ടോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു യാത്ര പോയാൽ എന്തൊക്കെ കൊണ്ടുപോകണം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട്, ഇതും കൂടെ കൊണ്ടുപോയാൽ കൊള്ളണം, നിങ്ങൾ ഇതും കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്കെടുക്കാറില്ലെന്നേ, ഇവളുമാരെ കൊണ്ട് എടുപ്പിക്കാൻ. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.